ചാമാരപ്പതേ നമ്മ ഇന്നൊരു സ്കേറ്റിംഗ് ബോർഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ, മിനിയേച്ചർ. അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന സ്കേറ്റിംഗ് ബോർഡ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അച്ഛാമാരെ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഓണാക്കി വെക്കണം. ഇപ്പോൾ നമ്മൾ 1K അടിക്കാറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനി വേണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മൾ ഇത്രയും ഇവിടെ എത്തിയേക്കണത്. അപ്പോൾ ഇനിയും നിങ്ങൾ ഇതേപോലെ സപ്പോർട്ടൊക്കെ ചെയ്യണം നമ്മളെ. അപ്പോൾ ഇത് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുണ്ട്. ഈ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ അടങ്ങുന്ന സാധനമാണ്. അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കർവ് ചെയ്തെടുത്തതാണ്, മടക്കിയെടുത്തതാണ്. പിന്നെ ടയർ വന്നത് നമ്മൾ ഹോട്ട് വീൽസിൻ്റെ കാറുണ്ടല്ലോ, അതെൻ്റെ ഒരെണ്ണം ചീത്തയായതൊരെണ്ണം ഉണ്ടായി. അപ്പോൾ ആ കാറ് ചീത്തയായിരുന്നു നമ്മൾ അതിൻ്റെ ടയറൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടയർ സെറ്റ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ നമ്മൾ ലീഫ്ലർ ഇല്ലേ പേനയുടെ, അതെടുത്ത് നമ്മൾ ഇച്ചിരി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ കമ്പി ഇറക്കി വെച്ചാണ് ടയറിൻ്റെ. കാരണം ആ ലീഫ്ലറിൻ്റെ ഉള്ളിൽ കിടന്ന് ആ ടയർ റൊട്ടേറ്റ് ചെയ്യും നന്നായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടാവെന്ന് തോന്നണം. റൊട്ടേറ്റ് ചെയ്യാണ്ട് അടിവായിട്ട് നല്ല റൊട്ടേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ പുറകിലും ചെയ്തേക്കണം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചാണ് ഫെവിക്വിക്ക് എന്ന് പറഞ്ഞ ഭാഷ കേട്ടോ. ഫെവിക്വിക്ക് എന്നൊക്കെ പറയും. സ്കേറ്റിംഗ് ബോർഡ് പക്കയായിട്ട് ഓർമ്മയുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ ഓർമ്മയുണ്ട്. ഏതാണ്ട് ഇട്ടാലും മതി, നല്ലോണം ഓടിപ്പോകും. നമ്മൾ ഇതിനകത്ത് ടയറിലൊക്കെ കളർ അടിച്ചിട്ടുണ്ട്. പിന്നെ ടയറിൽ അടിച്ചാണ് നമ്മൾ റെഡ് ആൻഡ് ഒരു ഗോൾഡൻ കളറാണ്. റെഡ് സെൻറ്ററിൽ തന്നെ ഇതിലൊക്കെ നമ്മൾ അടിച്ചേക്കണം. കാരണം നല്ല ഭംഗിയുണ്ട് ടയറൊക്കെ ആണ്. ഇതെങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇതേപോലെ പറഞ്ഞാൽ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിങ്ങനെ കീ ചെയിനൊക്കെ ആക്കി ഇടാമല്ലോ, വണ്ടിയിലൊക്കെ നമ്മൾ കീ ചെയിനൊക്കെ ആക്കി ഉപയോഗിക്കാൻ അടിപൊളിയാണിത്. ഒരു തുളയിട്ടെടുത്താൽ നമുക്കിപ്പോൾ കീ ചെയിനൊക്കെ ആക്കാത്. വണ്ടി നല്ല സ്മൂത്തായിട്ട് തന്നെ ഓർണം. നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഓർണം കേട്ടോ. സ്കേറ്റിംഗ് ബോർഡ് നല്ല അടിപൊളിയായിട്ട് സ്കേറ്റിംഗ് ബോർഡ് ഓർണം നല്ല അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് ഓർമ്മയുണ്ട് അത്. അതുപോലെ ആ ഒരു ചരിവുണ്ടല്ലോ, ആ സാധനം കിടന്നാവണ്ട കൃത്യമായിട്ട് നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടത്. ഇപ്പോൾ ടയറൊക്കെ ഓർണം കാണാൻ പറ്റും.